കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ വിജയദശമി ദിനത്തിൽ ഏതു ദേവതയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനാണ് ഈ ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ വിശദമായി ഇന്ന് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കേൾക്കണം. 2025 ഒക്ടോബർ മാസം 1-ാം തീയതി വൈകുന്നേരം 7:01 മുതൽ 2025 ഒക്ടോബർ മാസം 2-ാം തീയതി വൈകുന്നേരം 7:10 വരെയാണ് ദശമി തിഥി. തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം ഒക്ടോബർ മാസം 2-ാം തീയതി രാവിലെ 9:13 മുതൽ ഒക്ടോബർ മാസം 3-ാം തീയതി 9:34 വരെയാണ്. അതുകൊണ്ട് തന്നെ ദശമിയായി നമ്മൾ, അതായത് വിജയദശമിയായി നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. 2-ാം തീയതി രാവിലെ 9:13 മുതൽ തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ദശമിയും തിരുവോണം നക്ഷത്രവും കൂടി ചേർന്ന് വരികയാണ്. ത്രിമൂർത്തികളെ പറ്റി നമുക്കറിയാം. ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹേശ്വരൻ. സൃഷ്ടികർമ്മം നടത്തുന്ന ആളാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ പരിപാലിക്കുന്നവനാണ് മഹാവിഷ്ണു. ആ സൃഷ്ടികളുടെ മനസ്സിലെ അഹങ്കാരത്തെ നിഗ്രഹിക്കുന്നവനാണ് ആര്? മഹേശ്വരൻ. അങ്ങനെ ഈ 3 മൂർത്തികളും കൂടി ചേർന്നാണ് ഒരു ശരിയായ സൃഷ്ടി ഈ ലോകത്തിൽ നടക്കുന്നത്. അതിൽ തന്നെ പരിപാലിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം. വളരെ വളരെ വിശേഷപ്പെട്ട വിജയദശമിയാണ് നമുക്ക് ഇത്തവണ വരാൻ പോകുന്നത്. വിജയദശമി ദിനത്തിൽ നമ്മൾ ഏതു ദേവതയാണ് പ്രാർത്ഥിക്കേണ്ടത്? സാധാരണ കേരളത്തിൽ സരസ്വതീ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് കാരണമായി പറയുന്നത് വിദ്യാകാരിണിയാണ് സരസ്വതി. കേരളത്തിൽ സരസ്വതീ ദേവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പൂജവെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് വിദ്യാകാരിണിയായി നമ്മൾ സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ നവരാത്രിയുടെ ആ 9 ദിവസങ്ങൾ ശ്രീ പാർവതീ ദേവിയുടെ അതിപരാശക്തിയുടെ 9 രൂപങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചു. ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി രൂപത്തിൽ വരെ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിജയദശമി ദിവസം അന്ന് നമ്മൾ മഹാദേവിയുടെ ആദിപരാശക്തിയുടെ മറ്റൊരു അവതാരത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന മഹാദേവി, ആ രൂപത്തിലാണ് സർവേശ്വരിയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭാരതം മുഴുവനും ഈ വിജയദശമി വളരെ ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട്. ദസറയായിട്ടാണ് ആഘോഷിക്കുന്നത്. അതായത് മഹാദേവിയുടെ വിജയത്തെയാണ് അവിടെ ആഘോഷിക്കുന്നത്. അന്നേ ദിവസം, അതായത് വിജയദശമി ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപരാജിത ദേവിയാണ്. അപരാജിത ദേവിയെയാണ് അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരാണ് അപരാജിതാ ദേവി? ദേവിയുടെ പ്രത്യേകത എന്താണ്?
ഇതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. രാവണവധത്തിനു മുന്നോടിയായി ശ്രീരാമചന്ദ്രൻ അപരാജിതാദേവിയെ പൂജിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. രാവണവധത്തിന് ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ധാരാളം തടസ്സങ്ങളുണ്ടായി. യുദ്ധസമയത്തു പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഒടുവിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ അപരാജിതാദേവിയെ പ്രത്യേകമായി പൂജിച്ചു പ്രാർത്ഥിച്ചു എന്നും അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീരാമചന്ദ്രന് വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നുമാണ് വിശ്വസിക്കുന്നത്. അപരാജിതാദേവിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി പ്രപഞ്ചമാതാവാണ്. ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റി സുഖസൗകര്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത് അവസാനം മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന പരാശക്തിയാണ് അപരാജിത ദേവി. നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ദുർഗാദേവിയുടെ പരാശക്തിയുടെ ഏറ്റവും ശക്തമായ ഒരു രൂപമാണ് അപരാജിത. വിജയത്തെയാണ് ദേവി പ്രദാനം ചെയ്യുന്നത്. അപരാജിത ആ പേരിൽ തന്നെയുണ്ട്, പരാജയം ഇല്ലാത്തവൾ. അതായത് ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാനും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിഷമഘട്ടങ്ങളെയും അതിജീവിച്ച് ഏറ്റവും അവസാനം ശാശ്വതമായ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും ദേവി സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയദശമി ദിവസം, അതായത് ദസറ ദിവസം, ദേവിയെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത യാത്രയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും ആ പ്രശ്നങ്ങളെ ഒക്കെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിന് 10ാമത്തെ ദിവസം, വിജയദശമി ദിവസം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം അപരാജിത. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കൊണ്ടാണ് നമ്മൾ കൂടുതലായും ഈ വിജയദശമി ദിവസം സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വിദ്യാകാരിണിയായ ഭഗവതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തും കാണുന്നു. കുട്ടികൾ പഠിക്കണം, അവർക്ക് അറിവുണ്ടാകണം, അത് നിർബന്ധമാണ്. പക്ഷേ അറിവുണ്ടായാൽ മാത്രം പോരാ, പരാജയപ്പെടാതെ ഇരിക്കുകയും കൂടി വേണം. ഒരാൾക്ക് നല്ല അറിവ് കാണും. ചിലർ പറയത്തില്ലേ, എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇവന് നല്ല അറിവാണ്, എല്ലാം അറിയാം, പക്ഷേ പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടില്ല, ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. നല്ല ബുദ്ധിയാണ്, എല്ലാത്തിലും നല്ല സാമർഥ്യമാണ്, പക്ഷേ ജീവിത വിജയമില്ല. അതുകൊണ്ട് അറിവുണ്ടായാൽ മാത്രം പോരാ, അത് വേണ്ട വിധത്തിൽ, വേണ്ട രീതിയിൽ, വേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്തുകയും അതിൽ നിന്നും വിജയം ലഭിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അപരാജിത രൂപത്തിൽ നമ്മൾ ആദിപരാശക്തിയെ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ശരിയായി ദേവിയുടെ ആ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കേണ്ട ആളുകളാണ്. ജോലിയിൽ വിജയിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം, ഇല്ലേ? അങ്ങനെ വിജയം നമുക്ക് ആവശ്യമാണ്. ഓരോരുത്തരുടെയും വിജയം പല രീതിയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതു മേഖലയിലാണോ നിൽക്കുന്നത്, ചിലർ പ്രത്യേകിച്ച് പുറത്തുപോയി ജോലിയൊന്നും ചെയ്യുന്നുണ്ടാകില്ല, വീട്ടിലെ ജോലികളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കി ഇരിക്കുന്നവരായിരിക്കും. എങ്കിലും ആ മേഖലയിൽ അവർക്ക് എന്തുണ്ടാകണം? വിജയമുണ്ടാകണം. നല്ലൊരു ഭാര്യയായി, അമ്മയായി ഒക്കെ ജീവിക്കുവാൻ, അല്ലെങ്കിൽ സഹോദരിയായി ഒക്കെ ജീവിക്കുന്നതിനായിട്ട് അവർക്ക് സാധിക്കണം. അവിടെയും അവരൊരു പരാജയമായി പോകരുത്, അവിടെയും വിജയമുണ്ടാകണം. തൊഴിലിടത്ത് അവിടെ വിജയമുണ്ടാകണം. സമൂഹത്തിൽ
വിജയമുണ്ടാകണം. ബിസിനസ് ചെയ്യുമ്പോൾ വിജയമുണ്ടാകണം. എല്ലാ മേഖലകളിലും വിജയിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വിജയദശമി ദിവസം മുതൽ, അതായത് ഈ ദസറ ദിവസം മുതൽ നിത്യവും നമ്മുടെ നാമത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ അപരാജിത ദേവിയെ കൂടി ഉൾപ്പെടുത്തുക. ദേവിയെ നീല ശംഖുപുഷ്പം കൊണ്ട് പൂജിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നീല ശംഖുപുഷ്പത്തിന് അപരാജിത എന്നൊരു പേരുകൂടി ഉണ്ട്. അതുപോലെ തന്നെ ദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്നതായ ഒരു നാമമുണ്ട്. ആ നാമം ഞാനിവിടെ എഴുതി കാണിക്കാം. ആ നാമം എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഏറ്റവും കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കണം. അംബിക അനാധിനിധന അശ്വാരൂഢ അപരാജിത, ഇതാണ് ഈ നാമം. ഈ നാമം ചൊവ്വയും വെള്ളിയുമെങ്കിലും ഒരു 108 തവണ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ഉത്തമമാണ്. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പുറപ്പെടുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അത് സോൾവ് ചെയ്യാനായി നിങ്ങൾ പുറപ്പെടുന്നു. ആ യാത്രയ്ക്ക് മുന്നോടിയായി അപരാജിതാ ദേവിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വിജയം ലഭിക്കും എന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. എന്താണ്? തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയമാണ്. അതാണ് ദസറയായി നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് നല്ല കാര്യത്തിന് പുറപ്പെടുന്ന സമയത്ത് വേണം ദേവിയെ പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്ന് ഓർക്കുക. ഇത്തവണ വിജയദശമിയായി നമ്മൾ ആചരിക്കുന്നത് 2-ാം തീയതിയാണല്ലോ. അപരാഹ്ന സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇത്തവണ 2-ാം തീയതി ഉച്ചയ്ക്ക് 1:24 മുതൽ 3:48 വരെയുള്ള ആ ശ്രേഷ്ഠമായ സമയത്ത് നിങ്ങൾ വിളക്കു തെളിയിച്ച് ദേവിക്ക് പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തി ഈ സമയത്ത് നിങ്ങൾ ഈ നാമം ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദം ശർക്കര കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണ്. ശർക്കരയും നെയ്യും ധാരാളമായി ചേർത്തിട്ടുള്ള ശർക്കര പൊങ്കൽ, അത് അരി കൊണ്ടുണ്ടാക്കാം, അതല്ലെങ്കിൽ റവ കൊണ്ട് ഉണ്ടാക്കാം. എങ്ങനെയാണോ നിങ്ങൾ എന്തുണ്ടാക്കിയാലും അത് ശർക്കരയും നെയ്യും ധാരാളമായി ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രസാദം, അത് നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാം. ഒന്നുകിൽ നിങ്ങൾ അരി ഉപയോഗിച്ചിട്ട്, അരിയും ശർക്കരയും തേങ്ങയും നെയ്യും ഒക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ പൊങ്കൽ ഉണ്ടാക്കുമല്ലോ, അതുപോലെ നിങ്ങൾക്ക് ഭഗവതിക്ക് സമർപ്പിക്കാം. അതല്ലെങ്കിൽ റവ, കുറച്ച് റവ എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ആ റവ ചേർത്തിട്ട് അതൊന്ന് ചെറുതീയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും ആ നെയ്യും റവയും കൂടി ചേർന്നിട്ടുള്ള നല്ല ഒരു മണം വരും. ആ സമയത്ത് ഈ റവ മൂപ്പിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും കൂടി വേണമെങ്കിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് മൂപ്പിക്കാം. അതിലേക്ക് കുറച്ച് പാല് അത് ചേർത്ത് ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഉരുക്കിയ ശർക്കര അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ല കേസരി പോലെ ആകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം, നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കാം. അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അത് ദേവിക്ക് പ്രസാദമായിട്ട് സമർപ്പിക്കാം. അതായത് ഒരു കേസരി പോലെ അങ്ങനെയും നമുക്ക് സമർപ്പിക്കാം. എന്ത് സമർപ്പിച്ചാലും ശർക്കരയും നെയ്യും അത് നിർബന്ധമായും ഉണ്ടാകണം. അതാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ശംഖുപുഷ്പം കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശംഖുപുഷ്പം ഭാഗ്യത്തെ കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ പുഷ്പമാണ് ശംഖുപുഷ്പം. അത് നീല ശംഖുപുഷ്പം ഭാഗ്യദായകിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഭാഗ്യമുണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഞാനിവിടെ എഴുതി കാണിച്ച നാമം അത് നിത്യവും ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓം ദേവി അപരാജിതായേ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മ മഹാമായയുടെ അപാരമായ അനുഗ്രഹം നമുക്കുണ്ടാകുമെന്നും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ ഭഗവതിയുടെ ഒരു പ്രത്യേകത, അതായത് ജീവിതത്തിലെ ദുരിതങ്ങൾ ഭഗവതി മാറ്റിത്തരും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം സുഖസൗകര്യങ്ങൾ തരികയും ചെയ്യും. ഈ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം അവസാനം നമുക്ക് മോക്ഷവും നൽകും. അതായത് വളരെ നല്ല ഒരു ജീവിതം ഈ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവതി നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും ധാരാളം മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നല്ല നിലയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നല്ല സാമ്പത്തികമുണ്ടാകും, സമൂഹത്തിൽ നല്ല വിലയും നിലയും ഉണ്ടാകും, നല്ല സ്വഭാവങ്ങൾ അവർക്കുണ്ടാകും, എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയവും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ തന്നെ അവരവരുടേതായ ഭക്തിമാർഗങ്ങൾ അവലംബിച്ച് തന്നെയാണ് അവരൊക്കെ മുമ്പോട്ട് പോകുന്നത്. ഒരുപക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അവരെല്ലാം തന്നെ ദേവി ഉപാസകരാണ്, അവരിത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ജീവിത വിജയത്തിന് വേണ്ടി ഈ വിജയദശമി ദിവസം മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ അപരാജിത ദേവിയെ കൂടി ഉൾപ്പെടുത്തുക. മഹിഷാസുരനെ വധിച്ചതിനു ശേഷം മഹാമായയുടെ അടുക്കലേക്ക് ദേവിയുടെ ശക്തികൾ, അതായത് വൈഷ്ണവി, വരാഹി, ബ്രാഹ്മി മുതലായ സപ്തമാതാക്കൾ അവരെല്ലാവരും കൂടി വന്നിട്ട് അവരവരുടെ കോൺട്രിബ്യൂഷൻ, ഞാനാണ് ജയിച്ചത്, ഞങ്ങളാണ് ജയിച്ചത് എന്ന നിലയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഭഗവതി ഒന്നും മിണ്ടാതെ ഹിമാലയത്തിലേക്ക് പോയി എന്നും ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിച്ചു എന്നും അതിനുശേഷം ദേവി തൻ്റെ പൂർണ്ണമായ ശക്തി ഉപയോഗിച്ചിട്ട് അപരാജിതാ ദേവിയെ സൃഷ്ടിച്ചു എന്നും പറയുന്നു. ആ ദേവിയുടെ മറ്റൊരു രൂപമാണ് വൈഷ്ണവോ ദേവി എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വിജയങ്ങൾ ആവശ്യമുള്ള ആളുകൾ എല്ലാവരും തന്നെ, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും തന്നെ ജീവിത തടസ്സങ്ങൾ നീങ്ങി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ പരാശക്തിയുടെ ഈ രൂപത്തെ, അപരാജിത രൂപത്തെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചമാതാവായ ഭഗവതി നിങ്ങളെ എല്ലാവരെയും വാരിക്കോരി അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.